ആലുവ നിയോജക മണ്ഡലത്തിൽ സ്വന്തമായി സ്ഥലമുണ്ടായിട്ടും സാമ്പത്തിക പ്രതിസന്ധി മൂലം സുരക്ഷിതമായി വീടില്ലാതെ ബുദ്ധിമുട്ടുന്ന വിധവകളായ അമ്മമാർക്കും മക്കൾക്കും സുരക്ഷിതമായ ഭവനങ്ങൾ വച്ചു നൽകുവാൻ അൻവർ സാദിഖ് MLA ആവിഷ്കരിച്ച പദ്ധതിയായ അമ്മക്കിളിക്കൂട് കാരുണ്യഭവന പദ്ധതിയിലെ 60ാമത്തെ വീടിന്റെ കൈമാറ്റം സിനിമാ താരം ആസിഫ് അലി നിർവഹിച്ചു. കേരളത്തിൽ ആദ്യമായി വിധവകളായ അമ്മമാർക്ക് ഭവന നിർമ്മാണ പദ്ധതി ആരംഭിച്ച അൻവർ സാദിഖ് MLAയുടെ കാരുണ്യ പ്രവർത്തനം ഏറെ പ്രശംസ അർഹിക്കുന്നുവെന്ന് ആസിഫ് അലി പറഞ്ഞു. അമ്മക്കിളിക്കൂടിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് നിങ്ങൾ ആലുവക്കാരോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലെന്ന് എനിക്കറിയാം. എന്റെ അറിവ് ശരിയാണെങ്കിൽ ആദ്യമായിട്ടാണ് ഒരു MLAയുടെ ഇനിഷ്യേറ്റീവില് വീട് വെച്ച് കൊടുക്കുന്ന ഒരു ഭവന പദ്ധതി ആദ്യത്തെ ഇനിഷ്യേറ്റീവായിട്ട് വരുന്നത് ഇദ്ദേഹമാണ്. ഞാൻ സിനിമയിൽ വന്ന കാലം മുതലുള്ള പരിചയമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ എനിക്ക് അൻവർക്കാലത്തുള്ള ഏറ്റവും വലിയ ഇഷ്ടവും ബഹുമാനവും ആളുകളെ മനസ്സിലാക്കുന്ന വ്യക്തി എന്നുള്ള രീതിയിലാണ്. ഇത്രയും അടുത്ത ബന്ധം ഉണ്ടെങ്കിലും പല സമയത്ത് എന്നെ വിളിക്കുമ്പോൾ ഞാൻ ഷൂട്ടിംഗ് തിരക്കിലായിരിക്കും, അല്ലെങ്കിൽ ഞാൻ നാട്ടിലായിരിക്കും. അങ്ങനെ വരുന്ന സമയത്ത് കാര്യം പറഞ്ഞാൽ കൃത്യമായി മനസ്സിലാവുന്ന ഒരു മനുഷ്യനാണ് ഇദ്ദേഹം. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇദ്ദേഹം പ്രിയങ്കരനായെന്ന് പറയാം. നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയ ആഗ്രഹങ്ങളാണ് നമുക്ക് കൃത്യമായ ഒരു ഷെൽട്ടർ ഉണ്ടാവുക എന്നുള്ളത്. അത് നമ്മൾ കൂട്ടിയാൽ കൂടില്ല. പല സമയത്തും നമുക്ക് അതിനുള്ള സൗകര്യങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ പോലും നമ്മളെ കൊണ്ട് ഒരു വീട് എന്ന് പറഞ്ഞ ഒരു ആഗ്രഹം സാധിച്ചെടുക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഏറ്റവും വലിയ ഒരു ബാക്കപ്പ് കൊടുക്കാനാണ് ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അമ്മക്കിളിക്കൂട് തുടങ്ങിയത്. ആദ്യമായിട്ട് തുടങ്ങിയ ഒരു ഭവന പദ്ധതിയാണ്. അതിനുശേഷം നമുക്കറിയാം ഒരുപാട് പേര് ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇങ്ങനെ ഒരു ആശയം ആദ്യമായിട്ട് കൊണ്ടുവന്നത് അൻവർക്കയാണ്. അമ്മക്കിളിക്കൂട് എന്ന് പേര്, ഇതിനും മികച്ചൊരു പേര് ഇതിനുണ്ടോന്ന് പോലും എനിക്കറിയില്ല. 60ഓളം വീടുകൾ ഇന്ന് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇന്ന് 60ാമത്തെ വീടിന്റെ താക്കോൽദാനമായിരുന്നു. അർഹതയുള്ള കൈകളിലേക്ക് അർഹതയുള്ളവർക്ക് ഇങ്ങനൊരു സൗകര്യം നമ്മുടെ MLAയുടെ നേതൃത്വത്തിൽ ചെയ്യാൻ പറ്റുന്നതും അതിലൂടെ ഒരു സന്തോഷം കൊടുക്കാൻ പറ്റുന്നതും ഒക്കെ ഒരുപാട് നല്ല കാര്യങ്ങളാണ്. ഈ അവസരത്തിൽ ഇതുമായി ബന്ധപ്പെടാനും ഇതിന്റെ ഭാഗമായി നിൽക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും അൻവർക്കാരുടെ എല്ലാ കാര്യങ്ങൾക്കും വളരെ ശക്തമായി കൂടെ ഉണ്ടാവും എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നോയമ്പ്